എഡിറ്റിംഗിന്റെ ഒരു പോലല്ലേ காதல் தோல்விய பார்த்த வண்டி நானு லவ்ல தோத்த வண்டி நானு லவ்வுக்காக ஏங்குறண்டி மானு உள்ளங்கையில தாங்கிடுவேன்னு அட சத்தியமா சொல்லுறேன் சத்தியமா சொல்லுறேன் கான்டாக்ட்ல போய் அவன் நம்பர் அழுத்து அவன் போனுக்கு ரிங் அடி. இது மറ്റേ സോങ്ങിന്റെ ஸ்டார்டிங் இங்கேയാണ്. அவ கண்ணால பாக்கும். கால் அதை நோக்கி நடந்து போய் அந்த கையில எடுத்து விரலால அதை ஸ்வைப் பண்ணி அந்த உதவி பைசா நோட்ட உத்தரவாத காந்திதான் காணோம் அமோகம் தெரியுது என்ன பண்ண நானும் கோவிலுக்குள் போய் பார்த்த சாமியத்தான் காணோம் சாமி சேர സോങ് വന്നാട്ടോ ഭയങ്കര പ്ലേസ്മെന്റ്. ഓ ഈ സാധനം അല്ലേ ഈ സോങ്ങിൽ ഇത് ഭയങ്കര രസമല്ലേ പ്ലേസിംഗ് സോങ്ങിന്റെ எனக்கு நீ மட்டும் தான் വന്നില്ലേ இந்த அடி பழம் தேனோம் கத்துறம் எட்டு வண்டி நானோ இவனு எனக்கு ஒவ்வொரு நாளும் ഇതിൽ എഡിറ്റിംഗിന്റെ ഒരു പോലല്ലേ நானும் ஆக்சுவலா உங்களை அந்த பர்த்டே பார்ட்டில தான் ஃபர்ஸ்ட் டைம் பார்த்தேன். ரொம்பவே வித்தியாசமா இருந்தீங்க. அங்க வந்திருந்த யாரும் முகத்தை பார்த்து கூட பேசிக்கல. மட்டும்தான் மனுஷங்களோட பேசிட்டு இருந்தீங்க. நீங்களும் அன்னைக்கு ரொம்ப வித்தியாசமா தெரிஞ்சீங்க. மொக்க பீஸ் கூட ஆள் இருக்கும்போது நீங்க மட்டும் சிங்கிளா இருந்தீங்க. உங்களை மாதிரி சில பொண்ணுங்க சிங்கிளா இருக்கிறனால தான் என்ன மாதிரி சில பசங்க உயிரோடவே இருக்கும். கருமாறி ரெஞ்சில வச்சிருக்க நெஞ்சில கண்ணுல എഫക്ട്സ് ആണ് ഭയങ്കരമായിട്ട് കൊടുത്തത് നല്ല ഫുൾ എഫക്ട്സ്. காதல் தோல்விய பார்த்த வண்டி நானு லவ்ல தோத்த வண்டி நானு லவ்வுக்காக ஏங்குறண்டி மானு உள்ளங்கையில தாங்கிடுவேன்னு அட சத்தியமா சொல்லுறேன் சத்தியமா சொல்லுறேன் உன் மேல சத்தியமா சொல்லுறேன் சீக்கிரம் கொல்லி தோல வாய വിഷ്വൽ പ്രസന്റേഷൻ தெரியுது என்ன பண்ண நானும் கோவிலுக்குள் போய் பார்த்த சாமியத்தான் காணோம் சாமி சேல போடு இருக்கும் நீ மட்டும்தான் வேணும் எனக்கு நீ மட்டும்தான் வேணும் இந்தாடி பழம் தேனும் கத்துறம் எட்டு வண்டி நானும் நீ வேணும் எனக்கு ஒரு நாளும் அந்த மாதிரி இந்த மாதிரி ஒரு மாதிரி யாரும் இல்லை ஒன்ன மாதிரி இந்த மாதிரி ஜோடி இல்லை ஊருக்குள்ள வேற மாதிரி ஆச்சு புள்ள அந்த மாதிரி போச்சு உள்ள நீ மட்டும்தான் வேணும் யாரும் தேவையில்லை. ഒരു രക്ഷയില്ല. അതായത് ആ ഒരു സംഭവം ഇല്ലേ, ആ ഒരു വേക്കപ്പിന് ശേഷം കാണിച്ച സാധനങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് മൈൻഡില് 17 ഇയർ ആ ഒരു ഏജ് ആണ്, അതുകൊണ്ടാണ് അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെ. അതും പ്രപ്പോസ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ കുഞ്ഞുകുട്ടീന്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. കാരണം പക്ഷെ മൈൻഡ് കൊണ്ട് വലുതായിട്ടില്ല, പക്ഷെ എന്ന് വെച്ചാല് ശരീരം കൊണ്ട് വലുതായെങ്കിലും
അതാണ് അവിടെ കാണിക്കുന്നത്. ശരിക്കും ആ ഒരു നിഷ്കളങ്കത, ബേസിക്കലി നമ്മളൊരു 90s കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു 2016 വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റം ഉണ്ടായിരിക്കും, അതൊക്കെ ആ ഇടയിൽ വന്ന മാറ്റങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫോൺ വന്നത്, പിന്നെ ആണെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര ഈസിയാണ് അല്ലേ, പിന്നെ ഓരോരോ എന്ത് കാര്യങ്ങൾ എനിക്ക് മൈന്യൂട്ട് കാര്യങ്ങൾ അവർ പറയാൻ നോക്കിയിട്ടുണ്ട് അല്ലേ. എടുത്തു പറയേണ്ട ജയൻ രവി യോഗി ബാബു കോമ്പിനേഷൻ ആണ്, അവരുടെ കോമ്പിനേഷനിൽ ഹൈലൈറ്റ് ആണ് ഇതിനകത്ത്. കാരണം ഭയങ്കര കൗണ്ടേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ആ ഡോക്ടറായിട്ട് വന്ന ക്യാരക്ടർ ഭയങ്കര രക്ഷയില്ല അല്ലെ, ആളുടെ ഒരു പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മറ്റേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അതായത് പണ്ടത്തെ പടം കാതലിക്ക് അതൊക്കെ പറഞ്ഞല്ലേ കാതൽ എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് മറ്റേത് വല്ലവൻ പാത്ത നല്ലവൻ ആർക്ക് നല്ലവൻ അത് നന്നായിരുന്നു. കിടു കിടു ആ സമയത്തുള്ള ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ ആ ഡയലോഗിന്റെ എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് വല്ലവൻ പറയാം, വല്ലവൻ പാത്ത പേര് കേൾക്കുമ്പോ നല്ല അങ്ങനെയുള്ള സംഭവമല്ലേ, അത് നല്ല രസമുണ്ട്. പിന്നെ സംഭവം എന്താ അറിയോ, ആ വിഷ്വലൈസേഷൻ നല്ല മറ്റേ ആ ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയിട്ടാണ് കാണിക്കുന്നത്. നമ്മളെ വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നില്ല, കാരണം അത് അങ്ങനെ കാണിക്കുമ്പില്ല, കുറച്ചും കൂടി ആ ഒരു എൻഗേജ്മെന്റ് നല്ലോണം കിട്ടുന്നുണ്ട് നമുക്ക്. കാസ്റ്റിന്റെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൺചേഞ്ച്ഡ് എന്നുള്ളൊരു സംഭവം. കുറെ കാര്യങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള സാധനവും ചിലത് മാറിയിട്ടുണ്ട് എന്നുള്ളതും എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ആ കുട്ടികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ ഫോൺ അഡിക്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. കാരണം ആ കുട്ടിയൊന്നും മിണ്ടുന്നില്ല, മനസ്സിലായോ, ബിക്കോസ് എല്ലാം ഫോണിലൂടെയാണ് ഇപ്പൊ നടക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആ ഒരു സംഭവമില്ലേ, ബ്രില്യൻസ് മൊത്തം പ്രദീപ് രംഗനാഥ് എന്ന ഡയറക്ടറിന്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം, അതായത് ഈ ചുറ്റിലും നടന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് അല്ലെ, അവർ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് കാരണം ഡയറക്ടർ തന്നെ ഒരു 90s കിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ എന്താ പറയാ അദ്ദേഹം തന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആസ് ഓഫ് നൗ ടിൽ നൗ പറയുകയാണെന്നുണ്ടെങ്കിൽ കിഡു, അതായത് നമ്മൾക്ക് പ്രത്യേകിച്ച് ആ ഒരു 90s വൈബ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ജേർണി ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലെ. ഏറ്റവും പറയേണ്ട മ്യൂസിക്കിന്റെ ഇമ്പോർട്ടന്റ് റോളാണ്. ഹിപ്പ് ഹോപ്പ് തമിഴ് കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഈ സോങ് ആയാലും സോങ്ങിന് എന്തൊരു വൈബാണല്ലേ, ഭയങ്കര ആ ഒരു ബീറ്റ് ആയാലും അതിന്റെ വിഷ്വൽ എല്ലാം കൊണ്ട് ഭയങ്കര ഇലക്ട്രിഫൈങ് റോക്കി. പ്രത്യേകിച്ച് എന്താ പറയാ നമ്മളെ ജയൻ രവിയുടെ ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അതായത് ഇച്ചിരി ഹൈറ്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ ആ സ്റ്റെപ്പ് ഒക്കെ ചെയ്യാൻ നല്ല ടഫ് തന്നെയാണ്, പക്ഷെ ഭയങ്കര സ്വാഗിലാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ എന്താന്ന് നോക്കാം, അത്രേ ഉള്ളൂ.